നിങ്ങളിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ കട്ടിലിന്റെ മുകളിൽ മലർന്നു കിടന്നുകൊണ്ട് രണ്ട് കണ്ണുകളും അടക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ദിവസത്തെക്കുറിച്ച്, ഞാൻ മരിക്കുന്ന ദിവസം, എന്റെ ശരീരം ചേതനയറ്റ് കിടക്കുന്ന ദിവസം, ആശുപത്രിയിൽ നിന്നോ, ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്നോ, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച സ്ഥലത്ത് നിന്നോ, കുഴഞ്ഞു വീണ സ്ഥലത്ത് നിന്നോ എന്റെ കൂട്ടുകാരനെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയുടെ ഡോക്ടർ എന്റെ മരണം സ്ഥിരീകരിച്ചു. വിറയാർന്ന കൈകളോടെ ആശുപത്രിയിലെ നടപടികൾ മുഴുവനും കഴിഞ്ഞ് സ്ട്രക്ചറിൽ എന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുമ്പോ വിറയാർന്ന കണ്ണുകളുമായി, വിറയാർന്ന നിറഞ്ഞ കണ്ണുകളും വിറയാർന്ന ചുണ്ടുകളുമായി എന്നെ സ്വീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ലേബർ റൂമിന്റെ പുറത്ത് അമ്മാവന്മാരും വാപ്പയും അതുപോലെ തന്നെ കുടുംബക്കാരും കൂട്ടുകാരെല്ലാം കാത്തിരിക്കുകയാണ് പുഞ്ചിരിയോടുകൂടി. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഒരു ദിവസം ഉണ്ടായിരിക്കും ICUവിൽ നിന്ന് നിന്റെ ശരീരം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം, ആശുപത്രിയിൽ നിന്ന് നിന്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം. അന്ന് നീ ജനിച്ച ദിവസം ചിരിച്ചവരെല്ലാം കരയുന്നുണ്ടായിരിക്കും. നിന്റെ ഡെഡ് ബോഡി, നിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്ന ആളുകളെല്ലാം കരയുന്നവരായിരിക്കും. അന്ന് ആ കണ്ണുകൾ മുഴുവൻ കരയുമ്പോ ചിരിക്കണ്ടേ നിനക്ക്, സന്തോഷിക്കണ്ടേ നിനക്ക്? ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിർവൃതി അടഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പോകാനാകണം മനുഷ്യ നിന്റെ പ്രവർത്തനം എന്ന് ഒരു കവിതയിലൂടെ സുന്ദരമായ ആഖ്യാനത്തിലൂടെ പറയാൻ നമ്മൾ ആലോചിക്കണം. കണ്ണ് തുറക്കാതെ ഒരു 10 മിനിറ്റ് സമയം ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് എന്റെ ചേതനയേറ്റ മൃതദേഹം എടുത്ത് അത് ആംബുലൻസിൽ കയറ്റി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ വീടിന്റെ പുറത്ത് കൊല്ലങ്ങളായി കാണാതിരുന്ന, ഞാനുമായി തെറ്റിയിരുന്ന, ഞാനുമായി പിണക്കത്തിലായിരുന്ന എന്റെ കുടുംബക്കാരും എന്റെ സുഹൃത്തുക്കളും എന്റെ അകന്ന കുടുംബക്കാരും അയൽവാസികളുമെല്ലാം എന്റെ വീടിന്റെ പുറത്ത് തടിച്ചുകൂടി നിൽക്കുമ്പോ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ, ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ എന്റെ ചേതനയേറ്റ ശരീരം എന്റെ വീടിന്റെ അകത്തേക്ക് കയറ്റുമ്പോ എന്നേക്കുമായി എന്നെ നഷ്ടപ്പെട്ട വിരഹത്തിന്റെ ദുഃഖഭാരം സഹിക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കരച്ചില്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കരച്ചില് മറുപടി പറയാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ ഞാൻ കിടക്കുന്ന ഒരു ദിവസം, അവസാനം എന്റെ മകൻ വന്ന് എന്റെ തലയിൽ നിന്ന് തുണി മാറ്റി എന്റെ നെറുകയിലേക്ക് ചുംബിക്കുന്ന ഒരു ദിവസം, ഒരാളെ പോലും ഇന്ന് വരെ ആശ്രയിക്കാത്ത എന്നെ ആളുകൾ താങ്ങിയെടുത്ത് എന്റെ വീടിന്റെ പുറത്ത് പന്തല് കെട്ടി അവിടെ വെച്ച് എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം. ആ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ കഫൻ പുടവ ചുറ്റിക്കൊണ്ട് വീണ്ടും വീടിന്റെ സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവന്ന് ആരെങ്കിലും എനിക്ക് കാണാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു അവസാനത്തെ യാത്രക്ക് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ദിവസത്തിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അവസാനമായി കഫൻ പുടവ പൊതിഞ്ഞ് എന്റെ വീടുമായി ഞാൻ പടുത്തുയർത്തിയ എന്റെ വിയർപ്പിന്റെ കണങ്ങളുള്ള എന്റെ പ്രിയപ്പെട്ട ഭവനവുമായി ഏതൊരു വീടിന്റെ വരാന്തയിലാണോ ദിവസവും രാവിലെ ഇരുന്ന് ഞാൻ പത്രം വായിച്ചിരുന്നത്, ഏതൊരു വീട്ടിലാണോ ഞാൻ ഉറങ്ങിയിരുന്നത്, ഞാൻ വരാതെ കിടന്നുറങ്ങാതെ എന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഏതൊരു വീട്ടിലാണോ ഉള്ളത്, ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ഞാൻ ഇറങ്ങുമ്പോ, എന്റെ 2 ആൺമക്കളുടെ 2 തോളത്തായി മയ്യത്ത് കട്ടിലിൽ പള്ളിക്കാട്ടിലേക്ക് ഞാൻ യാത്രയാകുമ്പോ അവിടെ ചിന്തിക്കണം, ആലോചിക്കണം. പള്ളിയിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ പള്ളിയുടെ 1-ാമത്തെ സഫിൽ എന്റെ മയ്യത്ത് കിടത്തി എന്റെ മകൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുമോ, എന്റെ പ്രിയപ്പെട്ട മോൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുമോ? എനിക്ക് വേണ്ടി നമസ്കരിക്കുമ്പോ അവന്റെ കണ്ണുകൾ നിറയുമോ? അവന്റെ തൊണ്ടയിടറുമോ? അവന്റെ ഹൃദയം തകരുമോ? അവൻ കരയുമോ? 3-ാമത്തെ തക്ബീർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മുഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന
പ്രാർത്ഥന ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് വേണ്ടി കരയുമോ? ഓർത്തു നോക്കണം. അവിടുന്ന് ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കട്ടിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഖബർസ്ഥാനിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ആ ഖബറിൽ കുഴിച്ചു വെച്ച 6 അടി മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എല്ലാ പണക്കാർക്കും മടങ്ങാനുള്ള, എല്ലാ സുന്ദരന്മാർക്കും മടങ്ങാനുള്ള, എല്ലാ അധികാരികൾക്കും മടങ്ങാനുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യമായ മടക്കയാത്ര, അവിടെ ആ ഖബറിലേക്ക് എന്നെ വെക്കുന്ന ആ ഒരു രംഗം കണ്ണടച്ച രാത്രി നിങ്ങൾ ഓർക്കണം. ഓരോ രംഗവും എന്നെ കുളിപ്പിക്കുന്ന, എന്നെ കഫൻ പുടവ ഉടുപ്പിക്കുന്ന, എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന, ഖബറിലേക്ക് എന്നെ വെക്കുന്ന ആ രംഗം ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഓർക്കാൻ നമുക്ക് കഴിയണം. ആ ഓർമ്മ അത് യഥാർത്ഥത്തിലാണെങ്കിൽ അടച്ച കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന്റെ തുള്ളികൾ അറിയാതെ പുറത്തേക്ക് വരും. നമുക്ക് ആ വിരഹത്തിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. നമ്മൾ നന്നാവും. അതുപോലെ സഹോദരങ്ങളെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖബർസ്ഥാൻ സന്ദർശിക്കാൻ നമ്മൾ തയ്യാറാകണം. ജാറങ്ങളും മക്ബറകളുമല്ല, 1000-ന്റെയും 500-ന്റെയും 2000-ന്റെയും നോട്ടുകൾ വലിച്ചെറിഞ്ഞ ആളുകൾ പോകുന്ന ദുനിയാവിന്റെ മത്ത് പിടിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമുള്ള ജാറങ്ങളല്ല, മറിച്ചോ ആരാരും കടന്നു ചെല്ലാത്ത, മരിച്ചാലും ആരെങ്കിലും മരണപ്പെട്ടാലും മാത്രം കടന്നു ചെല്ലുന്ന പള്ളിക്കാട്ടിന്റെ ഒത്ത നടുവിൽ പോയി നിൽക്കണം. എന്നിട്ട് 2 ഭാഗത്തേക്കും ഒന്ന് നോക്കണം. നിരന്ന് നിൽക്കുന്ന ഖബറുകൾ, ആ ഖബറുകൾക്ക് നടുവിൽ നിരന്ന് നിൽക്കുന്ന കല്ലുകൾ കാണുമ്പോ സ്വന്തത്തോട് പറയണം, ഒരു ദിവസം ഞാൻ ആരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുമ്പോ ഈ കല്ലുകൾക്കിടയിൽ എന്റെ കല്ലുമുണ്ടായിരിക്കും എന്നോർക്കാൻ നമുക്ക് കഴിയണം. മരണത്തെക്കുറിച്ച് ഓർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട്, യഥാർത്ഥമായ ജീവിതം. ഞാനും നിങ്ങളും ഹൃദയത്തിൽ യഥാർത്ഥമായി അംഗീകരിച്ചിട്ടില്ലാത്ത ജീവിതം. സഹോദരങ്ങളെ, ആ മരണത്തോടുകൂടി മരിക്കേണ്ടതില്ല. അതിന്റെ മുന്നേ നമ്മൾ പലതും കാണാൻ തുടങ്ങുകയാണ്, പലതും കേൾക്കാൻ തുടങ്ങുകയാണ്, പലതും അനുഭവിക്കാൻ തുടങ്ങുകയാണ്, പലതും ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ കട്ടിലിന്റെ ചുറ്റിലും ചില അതിഥികൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഥികൾ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാണ്, മലായികത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് والملائكة باسطوا أيديهم اخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم من آياته تستكبرون. ജീവിതത്തെ പാപഭംഗിലമാക്കിയവർ, ജീവിതത്തിൽ താന്തോന്നികളായി ജീവിച്ചവർ, തോന്നിവാസമനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചവർ, അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ്. ആ മലക്കുകളുടെ വസ്ത്രധാരണ രീതി എന്താണെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കറുത്ത വസ്ത്രധാരികളായ, ദുർഗന്ധം വമിക്കുന്ന കമ്പിളി പുതപ്പുമായാണ് അവർ വരിക. ആ കട്ടിലിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവർ പറയുകയാണ്, എവിടെയാണ് നിങ്ങളുടെ ആത്മാക്കൾ, എവിടെയാണ് നിങ്ങളുടെ റൂഹ്, അതിനെ പുറത്തേക്ക് എടുക്കണേ, അതിനെ പുറത്തേക്ക് കൊണ്ടുവരണേ എന്ന് പറയുമ്പോ പ്രവാചകൻ പറയുന്നു, ആത്മാവതാ ശരീരത്തിന്റെ അകത്തേക്ക് വലിഞ്ഞു കയറുകയാണ്, ആത്മാവതാ ശരീരത്തിന്റെ അകത്തേക്ക് അഭയം പ്രാപിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അടിച്ചും ഇടിച്ചും ചൊഴിച്ചും പ്രഹരിച്ചും കൊണ്ട് ആത്മാവിനെ പുറത്തേക്ക് എടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വേറൊരു മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? മരണശൈലിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവരതാ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. നയനാനന്ദകരമായ, കർണാനന്ദകരമായ ഒരു കാഴ്ച. എന്താണ് ആ കാഴ്ച എന്നറിയുമോ? ആകാശലോകത്ത് നിന്ന് വെളുത്ത വസ്ത്രധാരികളായ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ കട്ടിലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ നിനക്ക് സമാധാനമുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ അടിമയെ നിനക്ക് മോക്ഷമുണ്ടാകട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, യാത്രക്കുള്ള സമയമാ ഇത്, തിരിച്ചുപോക്കിനുള്ള സമയമാണെന്ന് പറയുമ്പോ കൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ,
വെണ്ണയിൽ നിന്ന് നൂലൂരിയെടുക്കുന്നത് പോലെ ആ ശരീരത്തിന്റെ അകത്ത് നിന്ന് ആത്മാവ് പുറത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് ഖബറിലേക്കുള്ള യാത്രയാണ്. മോശമായ ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യിത്ത് വിലപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മയ്യിത്ത് പറയുകയാണ്, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ആരുടെ അടുത്തേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ നിന്ന്, എന്റെ പാർപ്പിടത്തിൽ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ മാറ്റുന്നതെന്നാൽ, നല്ലൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യിത്ത് പറയുമെന്നാണ്, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണേ, എന്റെ വീട് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എന്റെ നാഥൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എന്റെ കുടുംബം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണേ എന്ന് നല്ല മനുഷ്യന്റെ മൃതദേഹം മയ്യിത്ത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഖബറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, യാ ഖബ്റു ഹാദൽ ലൈഫ് മാലു ഉമ്മത്തിൻ ഫകബ്ബിർ വഹല്ലിൽ വഅൽഖി ലൈഫ് ജാസിയാ. ആരോരുമില്ലാത്ത ഖബർ, ചിതലുകളും പുഴുക്കളും മാത്രമുള്ള ഖബർ, ഏകാന്തതയുടെ വീടായ, ഇരുട്ടിന്റെ വീടായ, പരുപരുത്ത മണൽത്തിട്ടകൾ മാത്രം തലയിണയായിട്ടുള്ള വീടായ ഖബർ. ആ ഖബറിന്റെ അകത്തേക്ക് മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ, കുടുംബക്കാര് തിരിച്ചുപോയി കഴിഞ്ഞാൽ, മക്കള് തിരിച്ചുപോയി കഴിഞ്ഞാൽ, സുഹൃത്തുക്കൾ തിരിച്ചുപോയി കഴിഞ്ഞാൽ, അവിടെ നിന്ന് അങ്ങോട്ട് അധികാരമില്ല, പണമില്ല, സ്വാധീനമില്ല, അനുയായികളില്ല, ഭാര്യയില്ല, മക്കളില്ല, ഉമ്മയില്ല, വാപ്പയില്ല, കുടുംബക്കാരില്ല, ആരാരുമില്ല, ഒറ്റക്കാണ്. അവിടെ ബാക്കിയാകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. എന്താണെന്നറിയുമോ? ഒന്നാമത്തത് അഅ്മാലുക സ്വാലിഹാത്ത്, നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്, നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഒന്നാമതായി ബാക്കിയാവുക. രണ്ടാമതായി സദഖത്തുൻ ജാരിയ, നീ എടുത്തു കൊടുത്ത പള്ളികൾ, നീ കുഴിച്ചു കൊടുത്ത കിണറുകൾ, നീ ഉണ്ടാക്കി കൊടുത്ത ജാരിയത്തായ സദഖ, ആളുകൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പണം കൊണ്ടുള്ള സദഖ, ആ സദഖയിൽ നിന്ന് ആളുകൾ ഉപകാരമെടുക്കുമ്പോഴെല്ലാം നിന്റെ ഖബറിലേക്ക് കൂലി വന്നുകൊണ്ടിരിക്കും, നിന്റെ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. മൂന്നാമതായി ബാക്കിയാകുന്നത് ഔലാദുക സ്വാലിഹാത്ത്, ഔലാദുക സ്വാലിഹാത്ത്, 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കളാണ്, സ്വന്തം മക്കളാണ്. 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട്, പ്രിയപ്പെട്ട എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പ്രിയപ്പെട്ട എന്റെ വാപ്പാക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ എന്ന് 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന മക്കളാണ്. 3 കാര്യങ്ങളല്ലാതെ മറ്റാരും തന്നെ ആ ഖബറിലേക്ക് നിന്നെ പിന്തുടർന്നു വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം